ഇഡ്ഡലി, ദോശ, ബോണ്ട, ബജി അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ചേരുന്ന നല്ലൊരു തക്കാളി ചട്നി ഇന്ന് നമുക്ക് റെഡിയാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ആദ്യമായിട്ട് പാനിലോട്ട് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് സാമാന്യം വലിപ്പമുള്ള ഒരു 4 സവാളയുള്ളി ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റുവാണേ. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും പിന്നെ അതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 12-13 കാശ്മീരി റെഡ് ചില്ലിയാണേ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തത് ഒരു 6-7 വെളുത്തുള്ളി, ഇരിച്ചിട്ട് നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയായിരുന്നു. അതുകൊണ്ട് തന്നെ 2ആയിട്ടൊന്ന് മുറിച്ചാണ് വഴറ്റാനിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്, പിഴിപുളി. അത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പിഴിപുളിയും കൂടെ അതിൻ്റെ അകത്തോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല റെസിപ്പികളുണ്ട്. നിങ്ങൾക്കതൊക്കെ പോയി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് 5 സാമാന്യം വലിപ്പമുള്ള 5 നന്നായിട്ട് പഴുത്ത തക്കാളി ചെറുതായിട്ടൊന്നും മുറിച്ചിട്ട് കൊടുത്തു. ഈ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് മയമാകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിലും അടിക്കാം, വെള്ളം ഒഴിക്കാതെ വേണമെന്നുണ്ടെങ്കിലും അടിക്കാം. പക്ഷേ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളേ. ഇപ്പം 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതുണ്ടല്ലോ അതും കൂടെ ഇതിനൊപ്പം ചേർത്ത് നന്നായിട്ട് വഴറ്റണം. പിന്നെ നമ്മൾ അരച്ച ആ ഒരു മിക്സിയുടെ ജാറും കൂടെ കുറച്ച് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് ഇതിൻ്റെ ഒപ്പം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരൻ തക്കാളി ചട്നി റെഡിയാണ്. ഇത് എന്തിൻ്റെ കൂടെയും ഒരു അസാധ്യ ടേസ്റ്റാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കില്ല കേട്ടോ. ഞാൻ പലതിൻ്റെ കൂടെയും ഇത് കഴിച്ചു നോക്കി, എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നല്ലൊരു ബോണ്ടയുടെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്ത ചട്നിയുടെ റെസിപ്പി ഇടാമെന്ന്. അതുപോലെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത ആ ബോണ്ടയുടെ റെസിപ്പി കണ്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ വെറുതെ ഇരുന്ന് തള്ളുകയല്ല, നല്ല ഒന്നാം തരം ഒരു ബോണ്ടയുടെ റെസിപ്പിയാണേ. അത് കഴിഞ്ഞിട്ട് ബജിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിച്ചു. എല്ലാത്തിൻ്റെയും കൂടെ അതുപോലെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്